തിങ്സൊക്കെ ഞാൻ കുറേ പ്രാവശ്യം കയറി ഇറങ്ങി കേട്ടോ ഗൈസ്. ഇടയ്ക്ക് വന്ന് നിലത്ത് വീഴുകയൊക്കെ ചെയ്തു. ഞാനല്ല, ചാറ് വന്ന് വീണു. അപ്പോൾ പിന്നെ ഞാൻ തിരിച്ചതിനെ വെച്ചു. സക്സസ്. ഇത് കഴിഞ്ഞ് നമുക്ക് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഗ്രാസിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ മാറ്റ് സെറ്റ് ചെയ്യാം. ആക്ച്വലി വലിയൊരു മാറ്റ് ഉണ്ടായിരുന്നു, അതിനെ ഞാൻ തന്നെ പീസാക്കി ഓരോ തിങ്സിനാക്കി എടുത്തു. സോ അപ്പോൾ ഞാൻ എത്തവണ പോയി കുഞ്ഞ് മാറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെക്കാണ്. ഈ ക്രിസ്മസ് ട്രീ ആയിരുന്നു യൂഷ്വലി ഞാൻ വെക്കുന്നത്. ഇതിന് മുമ്പേ ഉണ്ടായിരുന്ന വേറൊരു ഇതിൻ്റെ ഓൾഡായിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. സോ അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു 2011 മുതൽ ഞാൻ ഇത് തന്നെയായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. ഇതിന് മുമ്പേ ഉണ്ടായിരുന്ന ഞങ്ങളുടെ മേടിയേച്ചിക്ക് കൊടുത്തു. സോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് മേടിച്ചു, അതിങ്ങനെ സെറ്റ് ചെയ്തു. അങ്ങനെ എല്ലാം ഞാൻ തന്നെ എല്ലാം ചെയ്തു ഗൈസ്. ഇത്തവണ ഞാൻ തന്നെ എല്ലാം അറേഞ്ച് ചെയ്യാൻ വിചാരിച്ചു. ക്രിസ്മസ് ട്രീ വെച്ചിട്ട് അതിനടുത്ത് തന്നെ ഞാൻ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തു. ഇത്തവണ ഞാനൊരു വുഡിൻ്റെ പുൽക്കൂടായിരുന്നു മേടിച്ചിരുന്നത്. നേരത്തെ മേടിച്ചിരുന്ന നമ്മുടെ യൂഷ്വൽ നോർമലായിട്ടുള്ള തിങ്സ് അത് കേടായിപ്പോയി. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ച തവണ വുഡിൻ്റെ തന്നെ മേടിക്കാമെന്ന്. സ്നോമാനൊക്കെ കൊള്ളാവോ ഗൈസ്. അതിനായിട്ട് നമുക്ക് ഡോർ ഹാങ്ങിങ് വെക്കാം. ഡോർ ഹാങ് വെക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും പോസ്റ്റ്മാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ അകത്താക്കി, ലെറ്റേഴ്സൊക്കെ അകത്താക്കി ഇതെല്ലാം ഹാങ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടു, അത് കാരണം സ്വന്തം നമ്മൾ ഈ ഡെക്കർ ചെയ്യുന്നതിനിടയ്ക്ക് ഐ ജസ്റ്റ് വോണ്ട് ടു ടെൽ യു ഗൈസ്, നമ്മളെല്ലാ സെലിബ്രേഷൻസും അത്യാവശ്യം നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് നമ്മൾ ബിലീവ് വൺസ് റൈറ്റ്. സോ അപ്പം നമ്മുടെ ലൈഫിലെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മളെപ്പോഴും നമ്മുടെ പ്രസൻസ് കംപ്ലീറ്റ്ലി കൊടുക്കുക, നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുക. ബിക്കോസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് നമ്മുടെ ചെറിയ ആക്ടിവിറ്റീസൊക്കെ നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡിനെ എപ്പോഴും റിഫ്രഷായി, നമ്മുടെ മൈൻഡ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയുണ്ട് ഗൈസ്? ആയിട്ടില്ലേ? എൻ്റെ മെയിൻ ചേച്ചിയായിരുന്നു സൈഡിൽ നിന്നിരുന്നത്. ഞാൻ ബോറടിച്ചപ്പോൾ ചേച്ചീൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് കുറേ തിങ്സൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തവണ ഞാൻ തന്നെ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ച കാരണം കുറച്ചധികം ടൈം എടുത്തു ഗൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ സെലിബ്രേഷൻ ആക്ടിവിറ്റീസ് എങ്ങനെയുള്ളതാണ്? തന്നെയാണോ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിട്ടാണോ, അതല്ല ഒത്തിരി നല്ല ലക്ഷറീസ് ആയിട്ടാണോ സ്പെൻഡ് ചെയ്യുന്നത്, ഇല്ല നമുക്ക് സാധാരണ രീതിയിലാണോ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയായിരുന്നു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള സെലിബ്രേഷൻസ് ഒക്കെ കഴിയുന്നതും നമ്മൾ ഫുൾ ഇൻവോൾവ് ആയിട്ട് നമ്മുടെ പ്രസൻസ്, നമ്മുടെ ഒരു മൈൻഡിൻ്റെ പ്രസൻസ് അതിൽ കൊടുത്ത് ചെയ്യാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്യുക. ബിക്കോസ് ഐ ഫീൽ നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോഴും നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക. ബിക്കോസ് നമ്മൾ മീനിങ് ജീവിക്കുക, അതാണല്ലോ നമ്മുടെ മെയിൻ ആവശ്യം. സോ അങ്ങനെ ഞാൻ കുറേ കഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളെല്ലാം ക്ലിയറാക്കി ഹാങ് എല്ലാം ചെയ്തിട്ടിരിക്കുന്നു ഗൈസ്. നന്നായി എന്ന് വിചാരിക്കുന്നു.
സോ ഇപ്പോൾ എൻ്റെ BGM മ്യൂസിക് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ക്രിസ്മസ് ഫുൾ ഞാൻ ഇത് തന്നെയായിരുന്നു ഓൺ റിപ്പീറ്റ് കേട്ടുകൊണ്ടിരുന്നത്. ഐ ഓൾസോ ഹാപ്പി ടു ലിസൺ ടു ദാറ്റ് സോങ്. പിന്നെ ഇത് കഴിഞ്ഞ് ഞാൻ തന്നെ കുറേ ഫോട്ടോസ് എടുത്തു, സ്ഥിരം ചെയ്ത പോലെ വീഡിയോസ് എടുത്തു. പിന്നെ കുറേയൊക്കെ അമ്മ ഹെൽപ്പ് ചെയ്ത് തന്നു. പിന്നെ എല്ലാവരും അവിടെ എൻജോയ് അവരുടെ രീതിയിൽ അവർ ടൈം കണ്ടെത്തി എൻജോയ് ചെയ്യുന്നു. ഞാൻ എൻ്റെ രീതിയിൽ എൻജോയ് ചെയ്യുന്നു. അത് നിങ്ങളിങ്ങനെ നോക്കേണ്ട ഗൈസ്, ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് വീട്ടിൽ ഫുൾ ടൈം ഞാനിങ്ങനെ മെറിഗോ റൗണ്ടായിട്ട് ഞാനിങ്ങനെ ഹോപ്പ് ചെയ്തിട്ടായിരുന്നു ഞാൻ എപ്പോഴും നടക്കുന്നത്. സോ അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലും കാണുന്നത്. ഐ ഓൾവേസ് ലൈക്ക് ടു സ്റ്റേ ആക്റ്റീവ് ആൻഡ് പോസിറ്റീവ്. നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മൾ അത് ബാലൻസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു പോസിറ്റീവ് സൈഡ് കൂടെ നമ്മളെപ്പോഴും ലൈഫിൽ കൊണ്ടു നടക്കുക. അടുത്തത് ക്രിസ്മസ് ഡേ മോർണിംഗിൽ ഞാൻ എണീറ്റു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും തിങ്സൊക്കെ നിങ്ങളെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഞാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് വെറുതെ ടൈം കിട്ടിയപ്പോൾ ഞാൻ ഫുൾ ഇത് തന്നെയായിരുന്നു പണി. വീഡിയോസ് എടുത്തു, പിന്നെ അവിടെ ഇവിടെയൊക്കെ നടന്നു. ക്രിസ്മസ് ഡേ ഫുള്ള് ഞാൻ വീട്ടിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്തത്, പുറത്തോട്ടൊന്നും അങ്ങനെ പോയില്ല. യൂഷ്വലി ക്രിസ്മസ് ഇതുപോലത്തെ ആക്ടിവിറ്റീസിൽ അല്ലാണ്ട് ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിൽ പോവും. അവിടെ കുറച്ച് നേരം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ക്രിസ്മസ് ഡേ മോർണിംഗ് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് അതർ തിങ്സ് ഒക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമുക്ക് ലഞ്ചിലേക്ക് പോകാം ഗൈസ്. ക്രിസ്മസ് ഡേ ഇറ്റ്സ് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാം ഗൈസ്. ഓക്കെ, ഇപ്പോൾ കഷ്ടപ്പെട്ട് അമ്മ എൻ്റെ ചേച്ചി പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കി. ചിലപ്പോൾ ഞാൻ അതും കഴിച്ചു. ഇപ്പം തൽക്കാലം നമുക്ക് സേമിയ കഴിക്കാം, അത് കഴിഞ്ഞ് നമുക്ക് കേക്ക് കഴിക്കാം ഗൈസ്. ഓക്കെ, വിഷയമായിട്ട് കഴിക്കും ഗൈസ്. പക്ഷേ ഈ ഡെക്കർ ചെയ്യുന്നത് അത് ഞാനാണ് കഴിച്ചത്. എന്താണ് ഉദ്ദേശിച്ചത് എനിക്കതറിയുന്നത്. പിന്നെ വേറെ ഗ്രീനി സാധനങ്ങളൊന്നും കിട്ടാത്ത കാരണം ഞാൻ ബ്ലൂബെറി തന്നെ വെച്ചത്. ബിക്കോസ് ഐ മീൻ ബ്ലൂബെറി ലവർ. ഐ ലവ് ബ്ലൂബെറി, ഐ ലവ് സ്ട്രോബെറി, ഐ ലവ് ഗോൾഡ്. ഇപ്പോൾ നമുക്ക് കഴിക്കും ഗൈസ്. ഇത്രയും കഷ്ടപ്പെട്ടവരുടെ ഫുഡ് കഴിക്കും ഗൈസ്. സോ ഇവിടെയാണ് ഗൈസ് എക്സി. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മ്യൂസിയത്തിലേക്ക് മാറി ഗൈസ്. എൻ്റെ സിസ്റ്റേഴ്സാണ് വെച്ചിട്ടുള്ള കുഴപ്പമില്ല. ഗൈസ് ബ്ലൂബെറി ബിരിയാണിയുടെ പോലും നമുക്ക് ബ്ലൂബെറി കഴിക്കാൻ കഴിച്ചു. ബ്ലൂബെറി നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷനൊക്കെ വളരെ നല്ലതാണ്. നമുക്ക് ബിരിയാണി കഴിച്ചാൽ കുറച്ച് നല്ല രീതിയിൽ നല്ല ഡീപ് റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്കടുത്ത് കേക്ക് കഴിക്കാൻ പോകും. റെസിപ്പി ചെയ്യുമ്പോൾ നമ്മൾ റെഡി ചെയ്തിട്ട് കേക്ക് കഴിക്കാം. ക്രിസ്മസ് ആയിട്ടാണ് ഗൈസ് ഞാനിന്ന് അത് രാവിലെ സുപ്രഭാതത്തിൽ എണീറ്റ് ഗൈസ്. ഒരു സമയം പറയാൻ പേടിയാണ് ഗൈസ്, എന്നാലും ഒരു ഉദ്ദേശം ഒരു 10:30 വെച്ച് ഞാൻ എണീറ്റു. I love ബിരിയാണി ഗൈസ്. ഇത് തിന്നാൻ മാത്രമല്ല ഗൈസ്, ബിരിയാണി ഉണ്ടാക്കാനും ഗൈസ്. ഗൈസ് ഈ ബിരിയാണി നല്ല രീതിയിൽ ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ എന്ത് ടേസ്റ്റാണ് പറയുന്നത് ഗൈസ്. നിങ്ങൾ വിചാരിക്കാം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കഴിക്കുന്നത്, ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ഗൈസ് കഴിക്കുന്നത്.
once in your life, you should always enjoy it. It's so spicy, it's so tasty. You will love to that. ഓഫ് ടു കേക്ക് ഗൈസ്. ഇപ്പോൾ ഞാൻ പിസ്ത ഫ്ലേവറിലുള്ള കേക്കാണ് വാങ്ങിച്ചിരുന്നത്. കേക്കിൻ്റെ ഭംഗി കണ്ടു. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് എനിക്ക് കുറച്ചധികം എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒരു ഫോൾഡറിലൊക്കെ ആക്കി എല്ലാം എഡിറ്റ് ചെയ്യാനായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ വീണ്ടും തിരിച്ച് കുറേ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നടന്നു. എൻ്റെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു, അവൻ്റെ കാര്യം അത്. പിന്നെ ഇതാ ഞാൻ തന്നെ കേക്ക് കട്ട് ചെയ്തു ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ ടു ഉണ്ണീഷ് പറഞ്ഞിട്ട് ഞാൻ തന്നെ കേക്ക് കട്ട് ചെയ്തു ഗൈസ്. ഇറ്റ് വാസ് സോ ടേസ്റ്റി ഗൈസ്. സോ 1 പീസ് നിങ്ങൾക്ക് തരാം. ഞാൻ തന്നെ എടുത്ത കാരണം അതിങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ പോയി. പറ്റിൻ ഉണ്ണീഷിൻ്റെ ബർത്ത്ഡേ അങ്ങനെ ആഘോഷിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീണ്ടും ഞാനത് വീഡിയോ ഒക്കെ എടുത്തു. ഇതിനൊക്കെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. സോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശേഷം കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വീണ്ടും അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വിചാരിച്ചു ഗൈസ്. So that was all about my small Christmas celebration. പിന്നെ എൻ്റെ ക്രിസ്മസ് ഡെക്കറൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടൈം നിങ്ങളും ഇതുപോലെ ഡെക്കറൊക്കെ ചെയ്തിട്ട് എൻജോയ് ചെയ്യുക ക്രിസ്മസ് എന്ന് മാത്രമല്ല എല്ലാ സെലിബ്രേഷൻസും എല്ലാ ഫെസ്റ്റിവൽസും എൻജോയ് ചെയ്യുക. പിന്നെ ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്ന എൻ്റെ കുറേ പിക്ചേഴ്സാണ് ഗൈസ്. അമ്മയെ പിക്ചേഴ്സൊക്കെ എടുക്കുന്നത്. സോ അപ്പോൾ അതൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നു. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹെൽത്തി. എൻ്റെ പിക്ചർ സീരീസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഗൈസ്. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തിരിക്കും. ഐ ലവ് ടു ടേക്ക് മൈ പിക്ചേഴ്സ് ബിക്കോസ് അതും എൻ്റെ ഒരു ഡോസ് ഓഫ് ഹാപ്പിനെസ് ആണ്. So you guys should also do all things that keeps you happy. At the end of the day നമ്മുടെ ലൈഫിൽ നമ്മുടെ പ്രഷ്യസ് ആയിട്ടുള്ള വെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അവർ ഹാപ്പിനെസ് ആൻഡ് അവർ ഹെൽത്ത്. So try to do everything that gives you happiness and health and good health. Okay. ഈ കുഞ്ഞ് സെലിബ്രേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു ടു ഓൾ മൈ സബ്സ്ക്രൈബേഴ്സ് ഫോർ സപ്പോർട്ടിങ് മീ. താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.